ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്തിട്ടുള്ള മിറാഷ് സിനിമയെ കുറിച്ചാണ് പറയാൻ പോണത്. നമ്മുടെ ജിത്തു ജോസഫ് ഡയറക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു, 12th മാൻ എന്നാണ് പേര്. ലാലേട്ടൻ നായകനായിട്ടുള്ള സിനിമയാണ്. കോവിഡ് കാലത്ത് റിലീസ് ചെയ്ത് OTT മൂവി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയ്ക്കകത്ത് എങ്ങനെയാണോ കഥ അവതരിപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് മിറാഷ് മൂവിക്കകത്തും കഥയുടെ അവതരണം എന്ന് പറയുന്നത്. തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കഥയിൽ വ്യത്യാസമുണ്ടെങ്കിലും അവതരണ രീതി ഒരുപോലെ തന്നെയാണ്. ഈ 12th മാൻ എന്ന് പറയുന്നത് ഒരു കോൺ മൂവിയാണ്, ബിട്രൽ ഡ്രാമയാണ്. സോ നമുക്കറിയാം ചതി വഞ്ചന അതാണ് അതിനകത്ത് കാര്യമായിട്ട് വരുന്നത്. അതേപോലെ ഒരു കോൺ മൂവി ആയിട്ട് ഇതേ മിറാഷ് എടുത്തു വെച്ചു. എന്നിട്ട് കുറെ ചതി വഞ്ചന അറഞ്ചും പുറഞ്ചും ചതി എന്ന് പറയുന്ന സംഭവമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ട്വിസ്റ്റ് ഒക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് ഇല്ല. അതിപ്പോ 12th മാന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യത്തെ ആൾ ചതിക്കും, രണ്ടാമത്തെ ആൾ ചതിക്കും, മൂന്നാമത്തെ ആൾ ചതിക്കും. അങ്ങനെ നമുക്കറിയാം ഇവരൊക്കെ ചതിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ എവിടെ ചതിക്കും, എങ്ങനെ ചതിക്കുന്നു മാത്രം നോക്കി നിന്നാൽ മതി. സോ ഈ ചതിയും വഞ്ചനയും കണ്ട് 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 മടുക്കുന്ന അവസ്ഥയാ. അപ്പൊ ട്വിസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമുക്ക് മടുക്കും. നമുക്കറിയാം, ഓൾറെഡി അറിയാം ഇവരൊക്കെ ചതിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അതിങ്ങനെ നോക്കിയിരിക്കുന്നു. കുറെ ഒരു പരിധിയില്ലാത്ത രീതിക്ക് ഇങ്ങനെ ചതിയും വഞ്ചനയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മടുക്കും, സ്വാഭാവികമാണ്. അതേപോലെ നല്ല മടുപ്പ് അനുഭവപ്പെട്ടു, നല്ല നിരാശ തന്നിട്ടുണ്ട്. ഈ ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയായി പോയി ഇതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 12th മാൻ ഉണ്ടാക്കി വെച്ചൊരു ഡയറക്ടർ അതേപോലെ ഒരു സാധനം ഇപ്പുറത്ത് ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ മുൻപോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാത്ത ഒരു പരിപാടിയായി പോയിട്ടുണ്ട്. ഈ 12th മാൻ സിനിമ ആ കാലത്ത് ഓക്കെ ആയിരിക്കും, പക്ഷെ ഇപ്പോഴും അതേ സാധനം ലൊക്കേഷൻ മാറ്റി, കഥാപാത്രങ്ങളെ മാറ്റി, കഥാസന്ദർഭം മാറ്റിയിട്ട് കൊണ്ടുവന്നാൽ പ്രേക്ഷകർ അംഗീകരിക്കണമെന്നില്ലല്ലോ. അപ്പൊ ഈ പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും കഥയിലേക്ക് വരുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ മരണം, തിരോധാനം, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം, പിന്നെ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിട്ട് പോകുന്നു. അങ്ങനെയാണ് പോണത്. അത് സിനിമ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ട്വിസ്റ്റ് വരുന്നു എന്നൊക്കെ. എന്തായാലും സിനിമയിൽ അഭിനയിച്ച ആളുകളിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപർണ ബാലമുരളിയാണ്. ഭയങ്കര കോമഡിയാണ്. അതായത് പുള്ളിക്കാരി ഉണ്ടല്ലോ, പുള്ളിക്കാരി ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് അഭിനയിച്ച ഒരു 5 സിനിമകള്, ഈ 5 സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരേപോലുള്ള അഭിനയമാണ്. ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് മടുത്തു. ഒരു ദേശീയ അവാർഡ് കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ് ഈ രീതിക്ക് അഭിനയിച്ച് വെറുപ്പിക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ എല്ലാ സിനിമകളിലും ഒരേപോലെ അഭിനയം മാത്രമല്ല, എല്ലാ സിനിമയിലും ഒരേ കോസ്റ്റ്യൂം. അതാണ് മനസ്സിലാവാത്തത്. ഇപ്പൊ ഏത് സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഒരേ മോഡൽ കോസ്റ്റ്യൂം. ഒരു വ്യത്യാസമില്ല, കഥാപാത്രങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല, ഒന്നുമില്ല. ഒക്കെ ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുള്ളിക്കാരി തമിഴിലൊക്കെ അഭിനയിച്ച് നല്ല അഭിപ്രായം നേടുന്നു. ഇവിടെ വരുന്ന സമയത്ത് വൻ ശോകമാണ്. മാത്രമല്ല ഈ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരിയുടെ കഥാപാത്രം ഒരു കാമുകനുണ്ട്. ആ കാമുകനെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് കാമുകൻ ആ കഥാപാത്രത്തെ കിസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ പുള്ളിക്കാരിക്ക് ചെറിയൊരു പ്രശ്നം വരുന്നു. പുള്ളിക്കാരി പറയുന്നത് ട്രോമ, ഇൻസെക്യൂരിറ്റി എന്നൊക്കെയാണ്. പക്ഷേ ആ സമയത്തുള്ള പുള്ളിക്കാരിയുടെ മുഖത്തെ ഭാവം കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരിനെ ആരോ കുത്തിക്കൊല്ലാൻ വരുന്ന പോലെയാണ്. ആ ട്രോമയോ ഇൻസെക്യൂരിറ്റി ഒന്നും അല്ല കാണാൻ പറ്റുന്നത്. അപ്പൊ അതെന്തൊരു ശോകമായിട്ടുള്ള അഭിനയമാണ്. ഈ ഫസ്റ്റ് പുള്ളിക്കാരിയുടെ ഫേസിലേക്ക് ഷോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി ആരോ കൊല്ലാൻ പോവാണെന്ന്. അപ്പൊ ഈ ഇൻസെക്യൂരിറ്റി, ട്രോമ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണോ ചെയ്യുക? ഇത് ഭയങ്കര ശോകമായിട്ടുള്ള ഒരു അഭിനയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല, പിന്നെ നടന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആസിഫ് അലി പുള്ളിക്കാരനാണല്ലോ. ഈ സിനിമയിൽ ഉടനീളം പുള്ളിക്കാരന്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്തോ ആസിഫ് അലി ഇങ്ങനെ ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്കാരന്റെ പെർഫോമൻസ്, ആ അശ്വിൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ആ ക്യാരക്ടറിലേക്ക് പുള്ളിക്കാരൻ പോകുന്ന സമയത്ത് പോലും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യാണ്. ആ ഒരു കഥാപാത്രമാകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അത്രയൊക്കെ പോയി കഴിഞ്ഞാലും ഒരു കാര്യം എടുത്ത് പറയണം, ഈ സിനിമയുടെ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് അവസാനത്തെ 10 മിനിറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ആ ഒരു 10 മിനിറ്റിലാണ് ഈ ഒരു സീൻ സ്റ്റീലർ മൊമെന്റ് എന്ന് പറയുന്ന സംഭവം ആസിഫ് അലി തന്നിട്ടുള്ളത്. അതുവരേക്കും പുള്ളിക്കാരൻ അങ്ങനെ ലെവലിൽ പോവുകയാണെങ്കിൽ ആ അവസാനത്തെ 10 മിനിറ്റ് കൊണ്ട് പുള്ളിക്കാരൻ മൊത്തത്തിൽ ഗംഭീരമായിട്ട് ചെയ്തൊരു ഫീൽ വന്നു. അതുവരെയുള്ള ക്യാരക്ടറൊക്കെ വിട്ടിട്ട് പുള്ളിക്കാരൻ വേറൊരു ലെവലിലേക്ക് ഉയർന്നതായിട്ട് ഫീൽ ചെയ്തു. സോ അത് പിന്നെയും കുഴപ്പമില്ല. അപ്പൊ ആ ലെവലിൽ നോക്കുകയാണെങ്കിൽ ആസിഫ് അലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹന്ന റെജി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ ചതിയും വഞ്ചനയൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് ഫ്രണ്ട്ഷിപ്പിന് ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവം കാണിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ടോക്സിക്. റിയൽ ലൈഫിൽ പോലും ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. സ്നേഹമാണെങ്കിലും കെയറിങ് ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും ശരി, അങ്ങേ അറ്റം ടോക്സിക് ആയിട്ടുള്ള ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, നമ്മളെ വെറുപ്പിക്കുന്ന ക്യാരക്ടർ, അതുപോലൊരു ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ ദീപക് പറമ്പോല് പുള്ളിക്കാരൻ വരുന്നു. പുള്ളിക്കാരൻ ക്യാരക്ടർ ആവുന്നില്ല, പുള്ളിക്കാരൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ പുള്ളിക്കാരന് പറ്റുന്നില്ല. ഹക്കീം ഷാജഹാൻ വരുന്നുണ്ട്. അത് പുള്ളി പറയുന്ന പോലെ പുള്ളി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതും ഈ പറയുന്ന പോലെ ഓക്കെ കണ്ടിരിക്കാമെന്നുള്ളൂ.
അങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള അർജുൻ വരുന്നുണ്ട്. അർജുന്റെ പെർഫോമൻസ് കൊള്ളാമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കെന്തോ പുള്ളിക്കാരൻ ആ പെർഫോമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാം എന്നുള്ളൊരു ഫീൽ വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്യാരക്ടേഴ്സും അഭിനയൊക്കെ വരുന്നത്. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ചതിയും വഞ്ചനയും ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ, ലിമിറ്റിലാണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് മടുക്കും. പിന്നെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. അത് എങ്ങനെയും കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവും. അതാണ് ഈ സിനിമയുടെ മൊത്തമായിട്ടുള്ള അവസ്ഥ. അപ്പൊ ജിത്തു ജോസഫിനെ പോലൊക്കെ ഒരു ഡയറക്ടർ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് സതീഷ് കുറുപ്പാണ് GOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്, വിനായകാണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ സംഗീതം ചെയ്തിട്ടുള്ളത് വിഷ്ണു ശ്യാമാണ്. വിഷ്ണു ശ്യാമിന്റെ വർക്ക് കൊള്ളാമെന്ന് എനിക്ക് പല ഭാഗത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊരു ഹെലികാം, ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഹെലികാം ഷോട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊള്ളാമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ പറഞ്ഞ പോലെ ട്വൽത്ത് സിനിമ വീണ്ടും മറ്റൊരു പശ്ചാത്തലത്തിൽ കൊണ്ടുപോയിട്ട് എടുത്തു വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. അല്ലാണ്ട് അതിൽ കൂടുതലായിട്ട് ഒന്നും തോന്നുന്നില്ല. ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയ സിനിമയാണ്.